ലോകത്തിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇങ്ങനെ വീഴുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ഈ ആദ്യത്തെ 10 മിനിറ്റ് എന്നുള്ളത് ഒന്നും ചെയ്യാത്തതിന്റെ പേരിൽ ആൾ മരിക്കും എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമല്ലേ. അപ്പം ഇത് കോമൺ ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ തൊണ്ടയിൽ കുടുങ്ങും. അപ്പൊ ആ സമയത്ത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് അറിയില്ല. ഈ ഫുഡ് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ആളിങ്ങനെ വെപ്രാളപ്പെടുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാല് ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലർ നമ്മളിങ്ങനെ ടച്ച് ചെയ്യും. പക്ഷെ നമുക്ക് പ്രതികരിച്ച് ഒരു വലിയ സീൻ ഉണ്ടാക്കാൻ പേടിയായിരിക്കും. അപ്പൊ അവര് ചെറിയ എന്തെങ്കിലും ദെൻ ഇവിടെ ഇങ്ങനെ ഒരു ഹിറ്റ്. അയ്യോ, സിനിമയിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് പ്രാക്ടീസ് വെയിറ്റ് കുറക്കാനാണെങ്കിലും മാർഷൽ ആർട്സ് ചെയ്യണം. ഇപ്പോൾ ഈവൻ കാട്ടാളൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പെപ്പ വരുന്നുണ്ട്. പെപ്പ ഒക്കെ ഭയങ്കര ഹാർഡ് വർക്കാണ്. അതേപോലെ സണ്ണിച്ചൻ കുറേ സമയമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ആൻസം ബോൾ വരുന്നുണ്ട്. ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ആണെന്ന്. ആക്ച്വലി അല്ല. എക്സ്പേർട്സ് പറയുന്നത് ബ്ലാക്ക് ബെൽറ്റ് ഈസ് എ ബിഗിനിങ്. നമ്മളിപ്പോ കുറെ CCTVന്റെ ആരെങ്കിലും ഉപദ്രവിക്കുന്ന സീൻസിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം എല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്ന റിയാക്ഷൻ റോങ് ആയതുകൊണ്ടായിരിക്കും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത. ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ രാവിലെ തൊട്ട് പട്ടിണി ഇരിക്കും, എന്നിട്ട് ബിരിയാണി കഴിക്കും. ശരിക്കും അതൊരു ഹെൽത്തി ഹാബിറ്റ് ആണോ? നമ്മളോട് ഇപ്പോഴും എൻക്വയറീസ് വരുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്, ഡെലിവറി കഴിഞ്ഞു പിന്നെ വയറൊക്കെ സാഗി ആയി തുടങ്ങി, ഇനിയിപ്പോ പറ്റൂലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മിത്ത് ഉണ്ട്. ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ സാധാരണ ഒരു വയർ കുറക്കാൻ 2 മാസം എടുക്കുമ്പോൾ ഇവർക്ക് ഒരു 4-5 മാസം എടുക്കുമായിരിക്കും. 10 മണിക്കൂർ കൂടുതൽ ഇരുന്നിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാ 1 മണിക്കൂറിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് എണിക്കുമെങ്കിലും ചെയ്യണം. അതിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രെച്ച് എന്ന് പറയുന്നത് കാക്കനാടുള്ള കരാട്ടെ ഫിറ്റ്നസ് സെന്ററിലാണ്. ഫിറ്റ്നസ് റിലേറ്റഡ് എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി നമ്മുടെ കൂടെ ഇന്നുള്ളത് അഷ്റഫിക്കയാണ്. ഹലോ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ. ആക്ച്വലി ഞാൻ ഇൻട്രോ പറയുന്ന സമയത്ത് കുറച്ച് ഡൗട്ട് അടിച്ചു. ഫിറ്റ്നസ് ട്രെയിനർ ആണ്, കരാട്ടെ മാസ്റ്റർ ആണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, കുറെ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അഷ്റഫിക്ക ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യുന്ന റോൾ ഏതാ? എല്ലാം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഫിറ്റ്നസും മാർഷൽ ആർട്സ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ലൈഫിന്റെ. അത് വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ല. അപ്പോൾ അതിങ്ങനെ നമുക്കറിയുന്ന കുറേ അറിവുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നു, അത് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമെന്ന് പറയുന്നതും ഭയങ്കര സന്തോഷം. ഇതൊക്കെ എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. എനിക്ക് ആക്ച്വലി മാർഷൽ ആർട്സും ഫിറ്റ്നസും തമ്മിൽ ഇങ്ങനെ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. ഞാൻ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചത് കുറച്ച് പിള്ളേർ നിന്നിട്ട് വെള്ള കളറുള്ള ഡ്രസ് ഇട്ട് എക്സസൈസ് എന്ന് വിചാരിച്ച ഞാനിരുന്നത് അതൊരു മാർഷൽ ആർട്സിന്റെ ഭാഗമാണെന്നും അതുപോലെ അത് ചെയ്യുന്ന ആൾക്കാർ സെപ്പറേറ്റ് വർക്ക്ഔട്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കിയത് ഇക്കയുടെ തന്നെ ഒരു വീഡിയോ ഉണ്ട്, ടൈഗർ ഷ്രോഫിന്റെ റുട്ടീനെ പറ്റി പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടോ? ആക്ച്വലി എങ്ങനെ അറിയോ, ഈ എല്ലാ മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് അയോധന കലയാണ് ബേസിക്കലി. കരാട്ടെ, കുങ്ഫു, പിന്നെ കളരിപ്പയറ്റ്, തൈക്വോണ്ടോ, മുയറ്റ്, കുറെ ബോക്സിംഗ് ആണെങ്കിലും. അപ്പോൾ എല്ലാത്തിനും ടോട്ടലി പറയുന്നതാണ് മാർഷൽ ആർട്സ്. ഓക്കെ, അപ്പോൾ ഈ മാർഷൽ ആർട്സ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ ഒരു 40% എക്സർസൈസ് ആയിരിക്കും. അപ്പോൾ ആക്ച്വലി അത് തന്നെ മതി ഫിറ്റ്നസിന്. ആക്ച്വലി നമ്മൾ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ അത് മതി. ഇപ്പോൾ ടൈഗർ ഷ്രോഫിനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഫേസ് ചെയ്യുമ്പോൾ കുറച്ച് ബൾക്കി മസിൽസ് വേണം. അങ്ങനെ ആകുമ്പോൾ ആള് ജിമ്മ് ഫോക്കസ് ചെയ്യണം. അത് കൂടാണ്ട് തന്നെ ഡാൻസ് സിനിമയ്ക്ക് ആവശ്യമാണ്, അതുകൊണ്ട് ഡാൻസ് ഫോക്കസ് ചെയ്യുന്നു. പിന്നെ സിനിമയിൽ തന്നെ സ്റ്റണ്ട്സ് ചെയ്യാൻ വേണ്ടി ജിംനാസ്റ്റിക് പ്രാക്ടീസ് ചെയ്യുന്നു. കൂടെ മാർഷൽ ആർട്സിലുള്ള കിക്സും പഞ്ചും പ്രാക്ടീസ് ചെയ്യുന്നു. നോർമലി ഒരാൾ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു 40% എന്ന് പറയുന്നത് ഫിറ്റ്നസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ പഞ്ച്, ബ്ലോക്സ്, അതൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോഷ്യൽ മീഡിയയിലും കൂടെ ആൾക്കാരെ ഒന്ന് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം, ഒരു ട്യൂട്ടോറിയൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴാ? കോവിഡ് ടൈമിലാണ് ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിൽ നമുക്ക് സാധാരണ ഞാൻ ആ സമയത്ത് ചെറിയൊരു കരാട്ടെ ക്ലാസ് റൺ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മൈൻഡിൽ വിചാരിച്ചത് നമുക്കൊരു പാർട്ട്ണർ ഉണ്ട്, ആൾ ഇവിടെ തന്നെ ഉണ്ട്, ഫാറൂഖ് എന്നാണ് പേര്, നമ്മളെ ക്യാമറക്ക് പിന്നിലുള്ള ആളാണ്, എഡിറ്റിങ്ങും വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ മാഷിനെ കണ്ടിട്ട് പറഞ്ഞ് നമുക്ക് ചെറിയൊരു പരിപാടി തുടങ്ങിയാലോ, റീച്ച് ആവുമെന്ന് അറിയില്ല, വെറുതെ ഒന്ന് തുടങ്ങി നോക്കാം, ഒരു 5 മിനിറ്റിൽ പരിപാടി കഴിയണം. അപ്പോൾ വലിയ വീഡിയോ ആണ്, ഇങ്ങനെ ഷോർട്സ് അത്ര ഇതായിട്ടില്ല. അപ്പോൾ 5 മിനിറ്റിൽ ഫിറ്റ്നസ് അവയർനെസ് ആണെങ്കിലും സെൽഫ് ഡിഫൻസ് ആണെങ്കിലും 5 മിനിറ്റിന്റെ ഉള്ളിൽ 2 തൊട്ട് ഒരു 3-4 മിനിറ്റിൽ തീരണം പരിപാടി. പെട്ടെന്ന് ആൾക്കാർക്ക് കൺവീൻസ് ആകുന്ന പോലത്തെ ഒരു പരിപാടി. അപ്പോൾ മാഷ് പറഞ്ഞു നമുക്ക് ചെയ്ത് നോക്കാം. അതിനൊരു 4-5 വീഡിയോ എടുത്ത്, അപ്പോൾ ഇങ്ങനെ സാധനം റീച്ച് ആകുന്നില്ല. ഒരു രാത്രി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കിടന്നിട്ട് രാവിലെ എണിച്ച് നോക്കുമ്പോൾ നല്ല റീച്ചായി. അതിനുശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ വരെ ഒരു 7 years ആയി
കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നല്ല അപ്ഡേറ്റ് വ്യൂവേഴ്സ് കിട്ടാറുണ്ട്. അതുപോലെ വീഡിയോസിൽ കുറെ വെറൈറ്റീസും കൊണ്ടുവരുന്നുണ്ട്, ചുമ്മാ ഇങ്ങനെ ചെയ്തു പോകുന്ന അല്ല, കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്താണോ ആവശ്യമുള്ളത് അറിഞ്ഞിട്ട് ചില സംബന്ധിച്ച് ഫണ്ട് ആഡ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൽ തന്നെ എന്താണ് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുക, മാർഷൽ ആർട്സിൽ പെട്ടെന്ന് എല്ലാവർക്കും പറ്റും തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ബോറടിക്കുമല്ലോ. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ത്രൂ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്, അതിന്റെ കഥ എന്ന് പറയാമോ? അത് ആക്ച്വലി എന്താ പറയുക, ഞങ്ങള് ഫിറ്റ്നസ് ഫ്രീ ആയിട്ട്, അതായത് ഒരാൾക്ക് എങ്ങനെ വെയിറ്റ് കുറക്കാം അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാം എന്നുള്ള പോലത്തെ വീഡിയോസ് കണ്ടന്റ് ആയിട്ട് ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു കമന്റ്സിലല്ലോ, അതായത് നിങ്ങൾക്ക് ഒരു ഫിറ്റ്നസ് കോഴ്സ് തുടങ്ങിക്കൂടെ, കുറച്ചും കൂടി ഞങ്ങൾക്ക് റുട്ടീനായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള. അപ്പൊ ഞാനും മാഷും ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു 500 രൂപ ഫീസൊക്കെ ആക്കിയിട്ട് കരാട്ടെ കൊണ്ട് ഫിറ്റ്നസ് കൊണ്ട് സെൽഫ് ഡിഫൻസ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 12 ക്ലാസ്സുകളുള്ള ഒരു 500 രൂപക്ക് ഒരു പരിപാടിയാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ക്ലാസ് വാട്സപ്പ് ത്രൂ തന്നെയാണ് കേട്ടോ, കാരണം ഭയങ്കര ഫ്രണ്ട്ലി അല്ലേ, ആപ്പ് ഒന്നും ഇല്ലാണ്ട് എല്ലാവർക്കും പെട്ടെന്ന് നേരിട്ട് നമ്മൾ കോൺവെർസേഷൻ ഉണ്ടാവും, ട്രെയിനേഴ്സിനാണെങ്കിലും ഭയങ്കര ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പോഴും വാട്സപ്പിൽ തന്നെയാണ് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് ഞാൻ തന്നെയാണ് എല്ലാവർക്കും റിപ്ലൈ ഇടുന്നതും, കുറെ ആൾക്കാർ ചോദിക്കും, ഡൗട്ട് ഉണ്ടാവും, ക്ലാസ് കാണുമ്പോൾ ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് അധികം സ്റ്റാഫും ഡയറ്റീഷ്യൻസും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ കാസർഗോഡില് ഓഫീസും കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഇത് പറയുമ്പോഴേ ഞാൻ ഈ വാട്സ്ആപ്പ് ത്രൂ ഒരു ഡയറ്റിന്റെ ഒക്കെ പോയി രജിസ്റ്റർ ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല. അപ്പൊ എങ്ങനെ സ്റ്റുഡൻസ് ഒക്കെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യും, പിന്നെ നല്ല റിസൾട്ട്സും ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ ഡെയിലി ഫോളോ അപ്സ് അങ്ങോട്ടൊക്കെ ചെയ്യും. നിങ്ങൾ ഇൻ കേസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ബോറടിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ആൾക്കാർക്ക് നല്ല റിസൾട്ട്സ് ണ്ട്. പിന്നെ ഈസിയാണ്, കാരണം എക്യുപ്മെന്റ്സ് ഒന്നും എടുക്കണ്ട, വീട്ടിൽ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് വീട്ടിൽ എന്താണ് ഫുഡ് ഉള്ളത് അത് വെച്ചുകൊണ്ടുള്ള ഒരു കൺട്രോളിങ് ആയിരിക്കും, അല്ലാണ്ട് ഭയങ്കര പ്രത്യേകിച്ചുള്ള ഡയറ്റ് ഒന്നും. എനിക്ക് കുറെ ഡൗട്ട്സ് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. കുറച്ച് ഡിഫൻസ് ടെക്നിക്സ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ അല്ലേ? നമ്മളിപ്പോ ഒരാള് ഫ്രണ്ടിൽ നിന്ന് നമ്മളെ അറ്റാക്ക് ചെയ്താൽ എക്സ്പെക്ട് ചെയ്യുന്നു നമുക്ക് ഡിഫെൻഡ് ചെയ്യാം, ബാക്കിൽ നിന്ന് നമ്മളെ ലോക്ക് ആക്കിയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഉറപ്പായിട്ടും അത് നമുക്ക് ചെയ്ത് നോക്കാം. ഈ ചോദിച്ച പോലെ തന്നെ ബാക്കിൽ നിന്ന് പല രീതിയിലും ലോക്സ് ഉണ്ടാവും. ഒരാൾ ഒന്ന് ബാക്കിൽ ഇപ്പോൾ ഈവൻ ഗേൾസിനൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടായിരിക്കും വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്, അങ്ങനത്തെ പൊസിഷനിലാണ് പൊതുവെ കാണാറുള്ളത്. ഇനി ആണുങ്ങളൊക്കെയാണ് കുറച്ച് ക്രൂരമായിട്ട് ഇതാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ ലോക്ക് ഇടും, ചിലപ്പോൾ ഇങ്ങനെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറേ ലോക്സ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മളെ ബാക്കിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടച്ച് വരികയാണെങ്കിൽ അപ്പം തന്നെ റിയാക്ട് ചെയ്യണം. അതായത് കൈ ക്ലോസ് ആക്കി വെക്കണം, കൈ ക്ലോസ് ആക്കി ഇങ്ങനെ പിടിച്ചാലും സ്പീഡിൽ റിയാക്ട് ചെയ്യാം. ഈ സൈഡിലോട്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലോ പിടിച്ചോ, ഏതൊരു രീതിയിൽ പിടിച്ചോ, ഇങ്ങനെ തൊടുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ സ്പീഡ് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നമ്മളൊരു ടച്ച് വരുമ്പോൾ നോർമലി ടച്ച് വരുമല്ലോ, അങ്ങനെ വരുമ്പോൾ സ്പീഡിലെ സ്പിൻ ചെയ്യുക ഏതെങ്കിലും ഒരു സൈഡിലോട്ട്. ഇൻ കേസ് ലോക്ക് വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണിച്ച പോലെ ഗേൾസിനാണെങ്കിൽ നമ്മൾ സാധാരണ കാണിക്കലുണ്ട്, കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു ഹിറ്റ് കൊടുത്ത് പെയിൻ ആയല്ലേ, ഓക്കെ അല്ലേ? ഇത് ഭയങ്കര പവറിൽ അടിച്ചാൽ ഇവിടെ വീക്ക് പോയിന്റ് ആണ്, ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പോൾ ഈ പെയിൻ കാരണം ആൾ വിട്ടിട്ട് ഓടും, വിട്ടിട്ട് ഇങ്ങനെ പെയിൻ ഇങ്ങനെ തടവാൻ പോകുമ്പോൾ നമുക്ക് ഓടാം, ആളോടുന്നല്ല. ഓർ നമുക്കിങ്ങനെ കഴുത്തിൽ പ്രസ് ചെയ്യാം, ഈ 2 തമ്പ് ഉപയോഗിച്ച് പിടിച്ചോ 2 തമ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ ക്ലോസ് ആണല്ലോ, ഈ തൊണ്ടയുടെ ഈ ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും പെയിൻ, ചെറിയ പെയിൻ വരുന്നില്ലേ? അപ്പോൾ ഒന്ന് ആഞ്ഞ് പ്രസ് ചെയ്താൽ ഭയങ്കര ബ്രീത്ത് കിട്ടാതാവും. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഈ കൈയിൻ്റെ എൽബോ എത്തുകയാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ സൈഡിലോട്ടോ എൽബോ ഇട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്കൊരു ടച്ച് വരുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്പീഡിൽ 2 സൈഡിലിട്ടും റിയാക്ട് ചെയ്യുകയാണ്. അതേപോലെ മുടി പിടിച്ചാലുള്ള നിങ്ങൾ വെച്ചിട്ട് കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പിടിക്കുന്നത് വിചാരിച്ചോ, ഇങ്ങനെ പിടിച്ചിട്ട് ലോക്ക് ചെയ്താൽ അതിൻ്റെ ഒരു ടെക്നിക്ക് കാണിക്കും. കാരണം ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്, കുറേ ഉണ്ട്. ഒരു ബേസിക് നോളജിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചോ, ബേസിക് നോളജിന് വേണ്ടി ടൈറ്റായിട്ട് പിടിച്ചോട്ടോ, മാക്സിമം ടൈറ്റ് പിടിച്ചോ. ജസ്റ്റ് ഇങ്ങനെ ഫിംഗർ റിമൂവ് ചെയ്താൽ മതി, കാരണം ഇങ്ങനെ പിടിച്ചിട്ടാണല്ലേ. നമ്മൾ 10 വിരലുണ്ട്, ഏതെങ്കിലും കിട്ടുന്ന ഒരു വിരലെടുത്തിട്ട് ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആവും. ഈ സമയത്ത് നമുക്കത് റിമൂവ് ആക്കിയിട്ട് ഓടണമെന്നില്ല, വേണമെങ്കിൽ അടിക്കാം. ഇനി സേഫ് ഓട്ടോ ആണെങ്കിൽ ഓടിയും രക്ഷപ്പെടാം. ഇങ്ങനെ മുടി പിടിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്ന റിസ്ക് ആണ്, കാരണം മുടി പിന്നെയും നല്ല പെയിൻ ആവാൻ ചാൻസ് നമുക്ക് തലയിലോട്ട്. ഓക്കെ, സോ നമ്മളെ ലെഫ്റ്റ് ലെഗ് ഈ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, ഇയാളെ ഈ പിടുത്തത്തിൻ്റെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഹോൾഡ് ചെയ്യുക. ഈ കൈ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം, ഓക്കെ, കാല് സോറി. ദെൻ ഇവിടെ ഇങ്ങനെ ഒരു ഹിറ്റ്, അയ്യോ സോറി, ഓക്കെ, ഇങ്ങനെ ഹിറ്റ് കൊടുക്കാം. ഓർ നമുക്ക് ഈ സിംഗിൾ ഹാൻഡിലാണ്, ഒരു ഒറ്റ കയ്യിലാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ
ഈ കൈ കൊണ്ട് ഇവിടെ അടിക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്പീഡിൽ നമ്മൾ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ പിടിച്ചു, ദെൻ ഇങ്ങോട്ടേക്ക് നല്ലൊരു ഹിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊള്ളുകയാണെങ്കിൽ ഭയങ്കര പെയിൻ ആയിരിക്കും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. മുടിയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഗേൾസിന്റെ ഒക്കെ ആണെങ്കിലും ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പിടിക്കാൻ അബ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്നതുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സിമ്പിൾ ടെക്നിക്ക് മുമ്പ് നിന്നാണോ അതോ ഫ്രണ്ട് നിന്നാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് പിടിച്ചാലോ? ഓക്കെ, ഇങ്ങനെ ഇതിപ്പോ ഓപ്പൺ ടെക്നിക്കാണ് നമ്മൾ ഇതിനെ, അതായത് ഈ ഭാഗത്തൊക്കെ പിടിക്കാൻ വരികയാണെങ്കിൽ നമ്മുടെ കൈ ഭയങ്കര ഓപ്പൺ ആണ് അല്ലേ. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇവിടെ കൈ ഒന്ന് കൊട്ടിയാൽ മതി. ഇങ്ങനെ സ്പീഡിൽ ചെവിയിലോട്ട് ടപ്പ് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ എന്താവുന്നുള്ളത് നമുക്ക് ഇമാജിനേഷൻ ചെയ്യാം. ഒരു സൗണ്ട് വരും, കുറച്ച് സമയം ഭയങ്കര പെയിൻ ആവും, തല കറങ്ങും, ആളിങ്ങനെ താഴെ പോവും, അപ്പൊ നമുക്ക് ഓടാം. ഓക്കെ, അതേപോലെ ഇതേ സമയത്ത് നമ്മുടെ കാലിന്റെ മുട്ടെടുത്തിട്ട് ഗ്രോയിനിലോട്ട് ജസ്റ്റ് ഒന്ന് വെച്ചാലും ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. ഇതൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ആകുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും, ബോളൊക്കെ വിടണമെന്നാവുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രോയിൻ ഏരിയ യൂസ് ചെയ്യാം, ചെവി യൂസ് ചെയ്യാം, അതേപോലെ കണ്ണിലേക്ക് 2 ഫിംഗർ എടുത്ത് ഇങ്ങനെ ഇട്ടാലും മതി. 2 ഫിംഗർ നമ്മൾ എടുത്തിട്ട് കണ്ണിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രസ് ഒന്ന് ചെയ്താലും. ഇതൊക്കെ ട്രെയിൻ ചെയ്തിട്ട് സ്ട്രോങ് ആക്കാൻ പറ്റുന്ന ഭാഗമല്ല. കണ്ണാണെങ്കിലും ചെവി ആണെങ്കിലും ഗ്രോയിൻ ഏരിയ ഒക്കെ ഭയങ്കര വീക്കാണ്, സെൻസിറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മർമ്മങ്ങളല്ലേ ഈ പറയുന്നത്? ഇതൊക്കെ മർമ്മങ്ങളാണ് ആക്ച്വലി. അത് ഡേഞ്ചറസ് അല്ല, ഇതൊന്നും ഇപ്പൊ കാണിച്ചൊന്നും ഡേഞ്ചറസ് അല്ല. ഡേഞ്ചർ ആയിട്ടുള്ളതുണ്ട്, അത് പൊതുവേ നമ്മൾ വീഡിയോസിൽ അങ്ങനെ ഉൾപ്പെടുത്താറില്ല. ആരെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ട്. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാനും പറ്റും, ആൾക്ക് വലിയ ഇഞ്ചുറീസും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് ഓടി രക്ഷപ്പെടാം. പിന്നെ ഈ ക്രൗഡിനിടയ്ക്ക് എസ്പെഷ്യലി ഈ ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലർ നമ്മളിങ്ങനെ ടച്ച് ചെയ്യും, പക്ഷെ നമുക്ക് പ്രതികരിച്ച് ഒരു വലിയ സീൻ ഉണ്ടാക്കാൻ പേടിയായിരിക്കും. അപ്പൊ അവര് ചെറിയ എന്തെങ്കിലും നമ്മള് ഈ ബാഡ് ടച്ചിന്റെ മെയിൻ പരിപാടി ഈ സേഫ്റ്റി പിന്നുകൊണ്ട് കുത്തുന്ന പണ്ട് തൊട്ടേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് വെക്കലാണ് ഏറ്റവും നല്ലത്. കാരണം പിന്നിലൊരു കുത്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരാൻ ചാൻസ് ഇല്ല. ഇനി ഒന്നുകൂടി റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്കിലുണ്ട്, ഒന്നെങ്കിൽ കൈ പിടിക്കുന്നതായിരിക്കും. നമ്മള് കയ്യിലൊന്ന് കൈ വെച്ചോ, ബസ്സിന്റെ ഇത് അല്ല അങ്ങനല്ല, നല്ല തൊടു വെക്കായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ടില്ലേ, ഗ്രോയിൻ ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇങ്ങനെ ആൾ കാണുന്നുണ്ടാവും. നമ്മള് ഇവിടെ ഒരു അടി കൊടുക്കുക, ആരും അറിയത്തില്ല. അയാൾ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് സമയം ഭയങ്കര പെയിൻ ഇങ്ങനെ കൺട്രോൾ ആക്കി നിൽക്കും. ഇങ്ങനെ അടിക്കാം, ഒരു കൈന്റെ എൽബോ കൊണ്ട് ഇവിടെ അടിക്കാം. ഇതൊക്കെ നമ്മൾ ഒരു റിയാക്ഷൻ ചെയ്യുന്നുണ്ട് അറിയിക്കാനും കൂടിയാണ് കേട്ടോ. ചില ആൾക്കാര് ഒന്നും റിയാക്ഷൻ ചെയ്യുന്നില്ല, കണ്ടിന്യൂ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ നമ്മളത് അറിയിക്കണം, ഏതെങ്കിലും രീതിയിൽ അവര് അത് അറിയിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മള് ഈ ജോലി ചെയ്യുന്ന ആൾക്കാര് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഉള്ള ജോലികൾ മിക്കതും ഇരുന്നുള്ള ജോലിയാണ്. അപ്പൊ ഈ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം ഡ്രൗസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നേ ഇല്ല. അപ്പൊ ആ സമയത്ത് തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് മറ്റുള്ളവർ കാണുക തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സിമ്പിൾ എക്സസൈസ്. ഉറപ്പായിട്ടും. കാരണം ഈ 10 മണിക്കൂറിൽ കൂടുതൽ ഇരുന്നിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാ 1 മണിക്കൂറിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് എണിക്കുമെങ്കിലും ചെയ്യണം, എല്ലാ 1 മണിക്കൂർ ഓടുമ്പോൾ. അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രെച്ച് എന്ന് പറയുന്നത്, ഒന്ന് ഇത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ പറയുക, നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പോസ്ചർ ഭയങ്കര റോങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പോസ്ചർ കറക്റ്റ് ആവാനും അതേപോലെ തന്നെ ബാക്ക് പെയിൻ കണ്ടിന്യൂ ഇരിക്കുന്ന ആളുകൾക്ക് ബാക്ക് പെയിൻ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പോകാൻ വേണ്ടി നമുക്ക് നോർമലായി ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചസ് എന്ന് പറയുന്നത് നെക്കിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് കൈ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം, ഒരു 10 സെക്കൻഡ്, ഒരു 20 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് മെല്ലെ താഴോട്ട് ഒരു 20 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. ദെൻ റൈറ്റ് സൈഡിലോട്ട്, ലെഫ്റ്റ് സൈഡിലോട്ട്. ഇത് ചെയ്യുമ്പോൾ നെക്കൊന്ന് സ്ട്രെച്ചായി. അപ്പോൾ നെക്കിൻ്റെ കാര്യം, പോസ്റ്ററിൻ്റെ കാര്യമൊക്കെ അതിൽ തന്നെ നമുക്ക് മാറും. ഇനി അതേപോലെ ബാക്കിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം, ബാക്ക് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. സെയിം തിങ് ഓപ്പോസിറ്റ് ആയിട്ടും നമുക്ക് ചെയ്യാം. അതേപോലെ കൈ സ്പേസ് ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, തിരിച്ചതേപോലെ ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇത് 10 അതിൽ കൂടുതലോ നിങ്ങൾക്ക് എത്ര സമയം ചെയ്യാൻ പറ്റും. ഈ കുറെ എല്ലാ 1 മണിക്കൂറിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. 1 മണിക്കൂർ കൂടുമ്പോൾ അറ്റ്ലീസ്റ്റ് എഴുന്നേറ്റൊന്ന് നിൽക്കണം. ഒരു 2-3 മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനത്തെ സ്ട്രെച്ചസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി സ്പേസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ കൂടുതൽ, ഇനി ഒന്നും സ്പേസ് ഒന്നുമില്ല, ബാക്കിൽ ഒരു ചെയർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്വാറ്റ് ചെയ്തിട്ട് എഴുന്നേക്കാം. വീണ്ടും സ്ക്വാറ്റ്, സ്റ്റാൻഡ് അപ്പ്. ഇതുപോലെ 10-20 പ്രാവശ്യം ചെയ്യാം. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്. അതേപോലെ ഈ സാധനം യൂസ് ചെയ്യാം, ഇങ്ങനെ സൈഡിലോട്ട്. ഇതൊക്കെ പോസ്റ്റർ കറക്ഷൻ്റെയും പിന്നെ ബാക്ക് പെയിൻ ഒക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് സ്ട്രെച്ച് എല്ലാവർക്കും കോമൺ ആയിട്ട് ഫോളോ ചെയ്യണം. പിന്നെ നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യങ്ങൾ. ഈവൻ 20-കളിലും 30-കളിലും ആൾക്കാർ അങ്ങനെ
വയ്യണ്ട. ഭയങ്കര ന്യൂസസ് റീസെന്റ് അതെ. അപ്പോൾ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഭയങ്കര ക്രൂഷ്യൽ ആണ്. ആ സമയത്ത് CPR പോലെയുള്ള എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ്. നമുക്ക് ചെയ്യാറുണ്ടോ? ക്ലാസ്സിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇതെല്ലാവരും ആക്ച്വലി ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇങ്ങനെ വീഴുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ഈ ആദ്യത്തെ 10 മിനിറ്റ് എന്നുള്ളത് ഒന്നും ചെയ്യാത്തതിന്റെ പേരിൽ ആൾ മരിക്കും എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. പക്ഷെ ഈ കാര്യം കുറെ കൂടി പ്രോപ്പറായിട്ട് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എൻ്റെ ഒരു അറിവിലുള്ള കാര്യം നമ്മൾ കുട്ടികൾക്ക് അറിയാൻ വേണ്ടി ഷെയർ ചെയ്യുന്ന കാര്യം, ഇവിടെ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് കാണിച്ചു തരാം. CPR ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഈ പൊസിഷനിൽ വെച്ചതിന് ശേഷം മറ്റേ കൈ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചെസ്റ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തായിരിക്കണം നമ്മൾ കൈ വെക്കേണ്ടത്. മറ്റേ കൈ ഇതുപോലെ ലോക്ക് ചെയ്യാം. എന്നിട്ട് ഇത് കിടന്നുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. CPR ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാളിങ്ങനെ കുഴഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൈ ഈ ഒരു പൊസിഷനിലാണ് ആൾ ഇട്ടിട്ടുള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കാം. പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് ഓർ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം മറ്റേ കൈ ഈ പൊസിഷനിലാണ് വെക്കേണ്ടത്. റൈറ്റ് ഹാൻഡ് ഇങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ, ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് ഇങ്ങനെ. ഓക്കെ, ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കൈ പ്ലേസ് ചെയ്യാം, അടുത്ത കൈ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ദെൻ ഇതുപോലെ കംപ്രഷൻസ് കൊടുക്കാം. ഞാനിപ്പോൾ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും ഇത് ഡമ്മിയിലൊക്കെയാണ് നോർമലി നമ്മൾ കാണിക്കാറുള്ളത്. ഇതുപോലെ കംപ്രഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് 1 സെക്കൻഡിൽ 2 കംപ്രഷൻസ് ചെയ്യുന്ന പോലെ 1 മിനിറ്റിൽ 120 കംപ്രഷൻസെങ്കിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ ആൾക്ക് ഇങ്ങനെ റിയാക്ഷൻസ് വരും. അതേപോലെ തന്നെ കൂടെ ആളുണ്ടെങ്കിൽ സെയിം ടൈമിൽ തന്നെ ആംബുലൻസിന് കോൾ ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇടയിൽ ആൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾ ഓക്കെ ആണോ എന്ന് നമുക്ക് ചോദിക്കാം. ഇതൊക്കെയാണ് ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട CPR. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഡോക്ടേഴ്സാണ് കുറേ കൂടി ആധികാരികമായിട്ട് പറഞ്ഞു തരേണ്ടത്. പക്ഷേ ഓരോ വ്യക്തിയും ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാ കുട്ടികളെ കൊണ്ടും എല്ലാവരെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കുക. സ്കൂളിലും ഇതൊരു എല്ലാവരും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് ഇത് ആവുമെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് തന്നെ. പിന്നെ ഒരു ഇഷ്യൂ വരുന്നത് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ തൊണ്ടയിൽ കുടുങ്ങും. അപ്പോൾ ആ സമയത്ത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് അറിയില്ല. അതും ഒരു ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. നമ്മളൊരു ചോക്കിംഗ് ഒക്കെ കൊടുത്താൽ ആൾക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ ഇതിന്റെ വീഡിയോ മുമ്പ് ചെയ്തായിരുന്നു. ആക്ച്വലി ഈ ഫുഡ് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ആളിങ്ങനെ വെപ്രാളപ്പെടുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ ചെസ്റ്റിൻ്റെ താഴെ ഈ ഒരു പൊസിഷനിലായിട്ട്, ഞാനിപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രീത്ത് ഫീൽ ചെയ്യുന്നില്ലേ, ഈ ഒരു പൊസിഷനിൽ നമ്മൾ കൈ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഫുഡ് തിരിച്ചു വരുന്നവരെ. ഓക്കെ, തൊണ്ടയിൽ കുടുങ്ങിയ ഫുഡ് തിരിച്ചു വരുന്ന പോലെ കൈ പിടിക്കേണ്ട ഒന്നുകൂടി കാണിക്കാം. ചെസ്റ്റിന്റെ താഴെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൈ ഇങ്ങനെ വെക്കാം, മറ്റേ കൈ ഈ പൊസിഷനിൽ വെക്കാം. ദെൻ ലിഫ്റ്റ് 1. ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? എന്തെങ്കിലും വന്നോ? ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചോക്കിങ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പെട്ടെന്ന് ആരെങ്കിലും തൊണ്ടയിൽ ഫുഡ് കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഇതിൽ നിന്നൊക്കെ ഒരു ലെവലൂടെ കൂടി സെലിബ്രിറ്റീസിന്റെ ഫിറ്റ്നസ് അല്ലെ, സെലിബ്രിറ്റീസ് ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ള ലെവലിലേക്ക് എങ്ങനെയാണ് ആയത്? അങ്ങനെയല്ല, ഇപ്പോൾ നമ്മൾ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറെ ആർട്ടിസ്റ്റുകളും നേരത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു, വീഡിയോസ് പൊളിയാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരാൾ വന്നിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ, പിന്നെ സിനിമക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണോ? കുറച്ച് സിനിമ ചെറിയ ഏജിൽ തൊട്ട് തന്നെ മറ്റേ VCRന്റെ കാസറ്റ് ഇട്ടിട്ട് ഒരു ദിവസം 5 സിനിമ ഒക്കെ കണ്ട അങ്ങനത്തെ ആളാണ്. അപ്പൊ ഇപ്പോഴും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ ഒക്കെ കാണും. സിനിമയോട് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിന്റെ കാര്യം എങ്ങനെയാ? ഡയറ്റ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും? എല്ലാവരോടും നല്ല ഡയറ്റ് എടുക്കണമെന്ന് എല്ലാ ദിവസവും പറയാറുണ്ട്. ഞാനും പറ്റുന്ന പോലെ ഫോളോയും ചെയ്യുന്നു. പക്ഷെ ഞാൻ കുറച്ച് ഫുഡ് താല്പര്യപ്പെടുന്ന ആളാണ്. പക്ഷെ എന്നാലും ഡയറ്റ് തെറ്റിക്കൂല. അത്യാവശ്യം ഫിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന പോലെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ചില സമയത്ത് നല്ല ഫുഡൊക്കെ കാണുമ്പോൾ ചില ചീറ്റ് ഡേ എടുക്കും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടല്ല, എന്നാലും അത്യാവശ്യം വയറൊന്നും ചാടാത്ത പോലെ അല്ലെങ്കിൽ മസിൽസ് ഒന്ന് കീപ്പ് ചെയ്യുന്ന പോലെയുള്ള ഡയറ്റ് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നത്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ചോദിക്കുക, ഡയറ്റ് കീപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും ഫുഡായിട്ട് കഴിക്കുന്നത്? ആക്ച്വലി എല്ലാം ഡയറ്റാണ്. നല്ലോണം ഫുഡ് കഴിക്കുന്ന ഡയറ്റാണ്, നല്ലോണം കൺട്രോൾ ചെയ്യുന്ന ഡയറ്റാണ്. ഡിപ്പെൻസ് ആണ് ആക്ച്വലി. നമുക്ക് ആക്ച്വലി ഒരാൾക്ക് എൻ്റെ ഹൈറ്റിനും ഇപ്പോൾ ഉള്ള വെയിറ്റിനും അനുസരിച്ച് ഒരാൾ നിശ്ചിതമായിട്ട് ഒരു ഫുഡ് കഴിക്കാനുള്ള അളവുകളുണ്ട്. അതിൽ കൂടുമ്പോൾ അത് ഫാറ്റ് ആവും, അതിൽ ഭയങ്കര കുറയുമ്പോൾ നമ്മൾ മെലിഞ്ഞു പോകും.
അപ്പൊ ഇത് കറക്റ്റ് മാനേജ് ചെയ്യാൻ അറിഞ്ഞാൽ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ ഒന്നും സിമ്പിൾ ആണ് ആക്ച്വലി. ഇത് മാനേജ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. പിന്നെ അതേപോലെ മസിൽ ലോസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീനും കൂടി നമ്മൾ എടുക്കണം. അപ്പൊ ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിരിയാണി, മന്തി, നെയ്ച്ചോറ് എല്ലാ ഫുഡും ഇഷ്ടപ്പെടുന്ന ആളാണ്, സ്ഥിരമായിട്ട് കഴിക്കുന്നതല്ല. നിങ്ങൾ ഈ ചോദിച്ച പോലെ 6 പാക്ക് ഒക്കെ കറക്റ്റ് കുറച്ച് ദിവസം മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഈ പറഞ്ഞ നെയ്ച്ചോറും മന്തി അങ്ങനത്തെ ഒരു സാധനം തൊടില്ല. ചോറ് കഴിക്കും, ഉച്ചക്കൊക്കെ ചോറ് തന്നെയാണ് കഴിക്കുന്നത്. എന്നാലും സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യും. ഞാൻ ഒരു ദിവസം എടുക്കേണ്ട ഫുഡിനേക്കാളും കുറച്ച് കുറവായിട്ട് ഫുഡ് എടുക്കും. പ്രോട്ടീനും മാനേജ് ചെയ്യും. 1 മണിക്കൂർ 2 മണിക്കൂർ വർക്കൗട്ടും ചെയ്യും. അങ്ങനെ ആയിരിക്കും. ഒരു ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ ചീറ്റ് ഡേയ്സിൽ എങ്ങനെയാണ്? ചീറ്റ് ഡേയ്സിൽ ഞാൻ എല്ലാം കഴിക്കുന്ന ആളാണ്. നമ്മളെ ഇപ്പൊ കൊച്ചിയിലൊക്കെ വന്നതിന് ശേഷം ഒരുപാട് മന്തി കടകളും എല്ലാം കിട്ടുന്നത്. എല്ലാ ദിവസവും ഒന്നും ഇല്ല കേട്ടോ. 10 days ഒക്കെ കൂടുമ്പോ നമ്മൾ ഇങ്ങനെ ഒരു ചീറ്റ് ഡേ എടുക്കും. ചിലവ് നെയ്ച്ചോറും ബീഫും ആയിരിക്കും, അല്ലെങ്കിൽ മന്തി, അല്ലെങ്കിൽ എന്താണോ ഇഷ്ടപ്പെടുന്ന ഫുഡ് അതൊക്കെ കഴിക്കും. പക്ഷെ ഇത് ആക്ച്വലി ആരും ഫോളോ ചെയ്യാൻ വേണ്ടിയില്ല, ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഈ റീസെന്റ് ഒരു ആക്ട്രസിന്റെ വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. പുള്ളിക്കാരി ഇങ്ങനെ പറയും, ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ രാവിലെ തൊട്ട് പട്ടിണി ഇരിക്കും, എന്നിട്ട് ബിരിയാണി കഴിക്കും. ശരിക്കും അതൊരു ഹെൽത്തി ഹാബിറ്റ് ആണോ? അല്ലല്ല, അങ്ങനെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ ഒരു ദിവസം 2000 കലോറി എന്ന് പറഞ്ഞാൽ എനർജിയാണ്. നമുക്ക് ജീവിക്കാൻ ഊർജ്ജം ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ഉള്ളിലായിരിക്കണോ എന്നുള്ളതാണ്. ബിരിയാണി ഒക്കെ കഴിക്കാം, സ്ഥിരം കഴിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഫാറ്റി കണ്ടന്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലാണ്ട് പട്ടിണി ഇരുന്നിട്ട് ബിരിയാണി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ബിരിയാണി വല്ലപ്പോഴൊക്കെ കഴിക്കാം. പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓയിൽ ഭയങ്കര കുറച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ മാർഷൽ ആർട്സ് കോമ്പറ്റീഷൻ പോകുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അപ്പൊ അവര് തലേന്നോ അല്ലെങ്കിൽ ആ പ്രാക്ടീസിന്റെ സമയത്തൊക്കെ ഒഴിവാക്കേണ്ട ഫുഡ് ഐറ്റംസോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അപ്പൊ ഒഴിവാക്കേണ്ടത് മെയിൻ ഓയിലി ഐറ്റംസ്, ഷുഗർ പോലുള്ള പരിപാടി, അങ്ങനെയുള്ള പരിപാടി ഒഴിവാക്കിയിട്ട് സാധാരണ കഴിക്കുന്ന ഫുഡൊക്കെ കഴിക്കാം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്യാം. അങ്ങനെ എനർജി മെയിൻറ്റെയിൻ ചെയ്യണം 100% ആയിട്ട്. വാട്ടർ കറക്റ്റ് ഇൻടേക്ക് ചെയ്യണം. പിന്നെ ഈ മത്സരത്തിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഉറക്കമൊക്കെ കൃത്യമായിരിക്കണം, ഇല്ലെങ്കിൽ അതൊക്കെ ബാധിക്കും. അപ്പോൾ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഡൗട്ടാണ്, ഇപ്പം ജയ ജയ ഹേ സിനിമയില്ലേ, ജയ 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 ഹേ അല്ലേ, അതിനകത്തെ ക്യാരക്ടർ പെട്ടെന്നാണ് കരാട്ടെയൊക്കെ പഠിച്ചിട്ട് ഒരാളെ ഫൈറ്റ് ചെയ്യുന്നത്. സിനിമയാവണ കുറച്ച് എക്സാജറേറ്റ് ചെയ്തേ കാണിക്കുള്ളൂ. പക്ഷെ എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഒട്ടും ബേസ് ഇല്ല, കരാട്ടെ പഠിച്ച് അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്ടും പഠിച്ച് ഒരു ബേസ് ഇല്ലാത്ത ഒരാൾക്ക് കുറച്ച് ഡിഫൻസ് ടെക്നിക്സ് പഠിച്ചെടുത്താൽ ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താ പറയുക, 2 ഓപ്ഷൻസ് നമുക്കുണ്ടെന്ന് വിചാരിച്ചോ. ഒന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ ഒരു വെപ്പൺ എടുത്ത് അടിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഉപദ്രവിക്കാൻ വരുന്നത്. 2 ഓപ്ഷൻ എപ്പോഴും ഉണ്ട്. ഒന്നെങ്കിൽ വെറുതെ നിൽക്കാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. എന്തെങ്കിലും ചെയ്യുന്നത് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ പെട്ടെന്ന് ഒന്ന് പേടിച്ചിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉപദ്രവിക്കുന്ന ആൾക്കാരുടെ ഇത് ടെൻഡൻസി കൂടും. നല്ലോണം ക്രൂഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. നേരെ മറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് മനുഷ്യശരീരത്തിൽ 100-ൽ കൂടുതൽ മർമ്മങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു, എല്ലാവർക്കും അറിയുന്നതാണ്, മൂക്കിലൊക്കെ ഒരു ഇടി കൊടുത്താൽ എന്താവും, ബ്ലഡ് വരും അല്ലെ, പെയിൻ ആവും കൊള്ളുന്ന ആൾക്ക്. അറ്റ്ലീസ്റ്റ് ആ പിടുത്തെങ്കിലും വിടുമല്ലോ, ഈ സമയത്ത് നമുക്ക് ഓടി രക്ഷപ്പെടാം. അപ്പോൾ അതെങ്കിലും ചെയ്യാണ്ടിരിക്കുന്നത് ഭയങ്കര ആക്ച്വലി ഫൂളിഷ്നെസ് ആണ്. നമുക്ക് പേടിച്ചിട്ട് തന്നെ ഇരിക്കാം, ഒന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ മനുഷ്യന്റെ പരിപാടി എന്ന് പറഞ്ഞാല്, പെട്ടെന്നൊരു പട്ടി നമ്മൾ ഓടിക്കാൻ വന്ന് വിചാരിച്ചു നമ്മൾ വെറുതെ നിൽക്കും, ഇല്ലല്ലോ, കേറി ഓടും അല്ലെ, ചിലപ്പോൾ മതിലൊക്കെ ചാടും. മനുഷ്യന്റെ ഉള്ളിൽ ഒരു പവർ ഉണ്ട് ആക്ച്വലി. അത് എല്ലാ സമയത്തും നമ്മൾ പുറത്തൊന്നും എടുക്കൂല. നമുക്ക് ഇത്ര കഴിവുണ്ടെന്ന് നമുക്ക് അറിയത്ത് പോലും ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രതിരോധിക്കും എന്നുള്ളതാണ്. നിങ്ങളെ ഇപ്പോൾ ഒരാൾ പിടിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഇരിക്കൂല, ആക്ച്വലി എന്തെങ്കിലും ചെയ്യാൻ നോക്കും. ആ ചെയ്യുന്ന കാര്യം വെറുതെ ഇപ്പൊ ഇവിടെ ഒരു 10 പഞ്ചൊക്കെ ചെയ്യുന്നത് വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് പകരം മർമ്മം നോക്കിയിട്ട് ഒന്ന് ചൂസ് ചെയ്താൽ അയാൾ പെട്ടെന്ന് ഇത് വിടും, നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. അതാണ് നമ്മൾ വീഡിയോസിൽ ഡേഞ്ചർ ആയിട്ട് അല്ലാത്ത എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന പോലത്തെ മർമ്മങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോസിൽ കാണിച്ചു കൊടുക്കുന്നത്, എല്ലാവർക്കും കോമൺ ആയിട്ട്. അപ്പോൾ അത് റിഫ്ലക്സ് വരും. മാർഷൽ ആർട്ട് പഠിക്കുന്ന ആൾക്കുള്ള അഡ്വാൻസ് എന്ന് പറയുന്നത് ഭയങ്കര പെട്ടെന്ന് ക്വിക്കായിട്ട് ആരും കൈ വരുമ്പോൾ തന്നെ അറിയാണ്ട് ഇത് ബ്ലോക്ക് പോകും. ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നല്ലേ, അതുകൊണ്ട് അങ്ങനെ പോകും. അല്ലാത്ത ആൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ വെറുതെ നിൽക്കുന്നത് നമ്മൾ ചിലപ്പോൾ മരിച്ചു പോകുമല്ലോ, അടുത്തൊരു 5-10 സെക്കൻഡ് അപ്പൊ എന്തെങ്കിലും ചെയ്യാം. എന്നാലും ഈ പേടി വരുമ്പോ, പ്രത്യേകിച്ച് ഞാനല്ലേ എന്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ പേടിച്ചാ അപ്പം ഒച്ചയും വരത്തില്ല, അങ്ങനെ ഫ്രീസ് ആയി പോകലുണ്ട് കുറെ ആൾക്കാർ, അങ്ങനെ ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് നമ്മളങ്ങനെ വിചാരിക്കുന്നതായിരിക്കും, നമ്മൾ ഉപദ്രവിക്കുന്ന സമയത്ത് എന്തായാലും റിയാക്ഷൻ വരും. നമ്മളിപ്പോ കുറെ CCTVന്റെ ദൃശ്യങ്ങളെല്ലാം കാണലുണ്ടല്ലേ, ആരെങ്കിലും ഉപദ്രവിക്കുന്ന സീൻസിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം എല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്ന റിയാക്ഷൻ റോങ് ആയതുകൊണ്ടായിരിക്കും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്. വെറുതെ ഇരിക്കൂല ആക്ച്വലി. ആരും നമ്മൾ ഇങ്ങനെ കഴുത്തിന് പിടിക്കുമ്പോൾ വെറുതെ ഇരിക്കുമോ? ഒരിക്കലും ഇരിക്കൂല. ആക്ച്വലി നമുക്കത് തോന്നുന്നതാണ് അങ്ങനെ ഫ്രീസ് ആവുന്നത്.
പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ കള്ളനൊക്കെ വീട്ടിന്റെ ഉള്ളിൽ കണ്ടാല് ചിലപ്പോൾ ഒരു ഷോക്കായിരിക്കും, എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്യും കഴിഞ്ഞിട്ട്. പക്ഷെ എന്നാലും റിഫ്ലെക്സ് ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ ഏതെങ്കിലും മാർഷൽ ആർട്സ് ഓർ ഇനി ഓൺലൈനിൽ കാണുന്ന വീഡിയോസ് പ്രാക്ടീസ് ചെയ്താൽ പോലും മതി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ട് പോകുന്നു, വെറുതെ നല്ലൊരു മൂഡിൽ പോകുന്നതായിരിക്കും, പെട്ടെന്ന് ഒരു സാധനം അങ്ങോട്ട് അറിയാണ്ട് ബ്രേക്ക് അപ്പോ അത് സംഭവം തരുമോ, നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ സേവ് ആയി അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അല്ലാണ്ട് ഒരു വീഡിയോ നോക്കിയതുകൊണ്ട് അങ്ങനെ അത്രയും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, ജസ്റ്റ് ട്രൈ പ്രാക്ടീസ്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു, കുറച്ച് വയറൊക്കെ വെച്ചിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അത് ശരിക്കും എങ്ങനെയാ ഇതിന് വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയിട്ട്? ആക്ച്വലി എന്താ പറയുക, കുറച്ച് ഒരു 20 ദിവസം വർക്കൗട്ട് തീരെ ചെയ്യാണ്ട് നല്ല ഫുഡ് അടിക്കും, അപ്പോൾ മറ്റേ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാനും പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തൊരു 1 മാസം നല്ല അത്യാവശ്യം സ്ട്രിക്റ്റ്ലി ഡയറ്റും ഫോളോ ചെയ്യും, 2 മണിക്കൂർ വർക്കൗട്ടും ചെയ്യും. അപ്പോൾ ഇത്ര സംഭവം ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചെങ്കിൽ ഇത് പോസിബിൾ ആണ് എല്ലാവർക്കും എന്നുള്ളതാണ്. ഈ ചെയ്യേണ്ട ഒരു മെത്തേഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇങ്ങനെ വയറുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫാറ്റ് ഉണ്ടെങ്കിലും അത് കുറക്കൽ പോസിബിൾ ആണ്. അപ്പൊ ഞാൻ തന്നെ സ്വന്തം തടി സ്വന്തം തല വെച്ചിട്ട് കാണിക്കും. അതുപോലെ ഒരു പ്രഗ്നന്റ് ലേഡി അത് നല്ല രീതിയിൽ വ്യത്യാസം, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അത് അതുപോലുള്ള ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ ആരെങ്കിലും ഇതുപോലെ ഒത്തിരി താങ്ക്ഫുൾ ആയിട്ട് നമ്മുടെ ഇന്ന് രാവിലെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുണ്ട്, ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വീടുള്ള അയാൾ കുറെ വർഷമായിട്ട് ഇങ്ങനെ ഒരു 5-6 വർഷമായിട്ട് വർക്കൗട്ട് ഒന്നും ഇല്ലാണ്ട് വയറ് നല്ലോണം ചാടിയിട്ട് ഇപ്പൊ ഒരു 10-13 ദിവസമായിട്ട്, പക്ഷെ അയാൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അതും പോയി. അപ്പൊ അവരിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്. നേരത്തെ ചോദിച്ച ലേഡീന്റെ ആണെങ്കിലും ആൾക്കാരൊക്കെ കളിയാക്കാൻ തുടങ്ങി, ഇത് ഭയങ്കര തടിച്ചല്ലോ, എല്ലാരും ഒരു കോമൺ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. അപ്പോ അവരിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അത് മൈൻഡിൽ നല്ലോണം കയറി. നമ്മൾ ഒരു സാധനം സ്പിരിറ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട്സ് ഉണ്ടാകുന്നത്. അങ്ങനെ അവർ ഒരു 6 മാസമൊക്കെ ചെയ്തിട്ട് ആൾ മാറി. ആക്ച്വലി ഞാൻ പോലും ഇല്ല, ആക്ച്വലി ഫസ്റ്റ് ഫോട്ടോ ലാസ്റ്റ് ഫോട്ടോ കമ്പയർ ചെയ്യുമ്പോൾ ഞെട്ടിപ്പോയി. മീൻ ഭയങ്കര ചേഞ്ച് അല്ലേ. അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പൊ കാണുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ ആരാണ്, പരിചയം പോലും കിട്ടുന്നില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് അല്ലേ, അതിന്റെ ഒരു ഭാഗമാകാൻ നമുക്ക് പറ്റുന്നതിന് ഭയങ്കര സന്തോഷം. ഒരുപാട് മൊമെന്റ്സ് ഉണ്ടാവാറുണ്ട്. അതന്നെ, നേരത്തെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബോഡി തിരിച്ചു വരില്ല, അങ്ങനെ ഒരു പ്രശ്നം പൊതുവെ അങ്ങനെയാണ്. നമ്മളോട് ഇപ്പോഴും എൻക്വയറീസ് വരുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്, ഡെലിവറി കഴിഞ്ഞു പിന്നെ വയറൊക്കെ സാഗി ആയി തുടങ്ങി, ഇനിയിപ്പോ പറ്റൂലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മിത്തുണ്ട്. ആക്ച്വലി അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അതൊക്കെ കംബാക്ക് നടത്താൻ പറ്റുന്നുള്ളൂ. ചിലപ്പോ സാധാരണ ഒരു വയർ കുറക്കാൻ 2 മാസം എടുക്കുമ്പോൾ ഇവർക്ക് ഒരു 4-5 മാസം എടുക്കുമായിരിക്കും. കുറച്ചൊന്ന് പേഷ്യൻസി കാണിച്ചാൽ നമുക്ക് എല്ലാവർക്കും എല്ലാ വയറും അല്ലെങ്കിൽ ഫാറ്റൊക്കെ കുറക്കാൻ പറ്റും. പിന്നെ എൻ്റെ മനസ്സിലുള്ള വേറെ ഒരു വലിയ ഡൗട്ടാണ്, ഇപ്പം ഗേൾസിനെ സംബന്ധിച്ച് നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്താലും ചിലപ്പം പീരിയഡ്സ് ആവുന്ന ദിവസങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ചില ആൾക്കാർ പറയും ഇറ്റ്സ് ഓക്കെ, അത് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ചില ഫിറ്റ്നസ് ട്രെയിനേഴ്സ് പറയുന്നേക്കാം ചെയ്യാൻ പാടില്ല എന്ന്. ശരിക്കും എന്താണ്? ആക്ച്വലി ഡിപ്പെൻഡ്സ്. ചില ആൾക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് 2 days ഒക്കെ റെസ്റ്റ് എടുത്താൽ മതി. അത് ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഡിപ്പെൻസ് ആണ് കേട്ടോ. ചില ആൾക്ക് ഭയങ്കര ഹൈലി ബ്ലീഡിങ്സ് 5 days ഒക്കെ ഉണ്ട് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ ചെയ്യാൻ കംഫർട്ട് അല്ലാത്തതുകൊണ്ട് റെസ്റ്റ് എടുത്തു എന്ന് പറയും. ചില ആൾക്ക് ഫസ്റ്റ് ഡേയിൽ തന്നെ ബ്ലീഡിങ് ആയിട്ട് പോവും, അങ്ങനെയുള്ള ആൾക്ക് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. കംഫർട്ടബിളിനനുസരിച്ച് നമ്മൾ ഈ ചാടുന്നു എക്സർസൈസ് ചെയ്യുന്നല്ലേ, അപ്പൊ അത് കംഫർട്ടബിളിനെ ബാധിക്കാണ്ടിരിക്കുമ്പോൾ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അതുപോലെ എന്തൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളപ്പോഴാണ് ഈ മാർഷൽ ആർട്സ് പോലത്തെ കരാട്ടെ പോലെയുള്ള സംഭവങ്ങൾ ചെയ്യാതിരിക്കേണ്ടത്? ചെയ്യാണ്ടിരിക്കുന്ന പറയുമ്പോ നമ്മളിപ്പോ പ്രഗ്നന്റ് ആയിട്ടുണ്ടെന്ന് വിചാരിച്ചു, പ്രഗ്നന്റ് ആയ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്യാൻ പറ്റില്ല. അതേപോലെ മേജർ സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ട് അതിന്റെ ഒരു റെസ്റ്റ് പീരിയഡ് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ പോസിബിൾ ആണ്. കാരണം ഇത് ഈ പണ്ട് കാലത്ത് ഭയങ്കര 5 മണിക്കൂറൊക്കെ ഒന്നോ ചെയ്തുകൊണ്ടായിരുന്നില്ല, അങ്ങനെയല്ല. ആക്ച്വലി ഇത് ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ്. ഒരു 10-15 മിനിറ്റ് പറ്റുന്ന പോലെ വർക്കൗട്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആക്ച്വലി അത് ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും, ഭയങ്കര രസമാണ്. നമ്മള് ഒരു വേറെ കാര്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകുന്നല്ലേ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ നമുക്ക് എനി ടൈമിൽ പുറത്തിറങ്ങാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. ഗേൾസ് ആണെങ്കിൽ പോലും 5 ആൾക്കാർ നമ്മൾ അടിക്കാൻ വന്നാലും നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടാവും. എല്ലാവരും അടിച്ചിടാൻ പറ്റുന്ന 100% പ്രോമിസ് ചെയ്യുന്നല്ല, എന്നാലും നമ്മുടെ ഉള്ളിൽ ഇവർ തൊടാൻ വന്നാൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടാവില്ല ലൈഫിൽ മൊത്തത്തിൽ. പക്ഷെ എന്നാലും നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, ഹാപ്പിനെസ് ഉണ്ടാവും, ഫ്ലെക്സിബിൾ ആയിരിക്കും, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഇനി ഞാൻ എൻ്റെ ഡൗട്ട്സ് ചോദിച്ചാൽ അതിൽ തന്നെ നമ്മൾ കറങ്ങും. അതുകൊണ്ട് ഗെറ്റിംഗ് ബാക്ക് ടു ഇക്കാസ് ലൈഫ്, ഇപ്പോൾ 2
റെക്കോർഡ്സ് അല്ലേ ബാഗ് ചെയ്തിരിക്കുന്നത്? അതെ അതെ, മറ്റേ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും റെക്കോർഡ്സ്. അതെ, ഇനിയും ആക്ച്വലി ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിനാണ് ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഈ ക്ലാസ് തുടങ്ങുന്നതിൻ്റെയും ഇപ്പോൾ ഈ ആർട്ടിസ്റ്റിന് ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒന്ന് വിട്ടിട്ടാണ്. പക്ഷെ ഷുവർ എന്തായാലും അടുത്തൊരു വേൾഡ് റെക്കോർഡ് എടുക്കും എന്നുള്ള കോൺഫിഡൻസ് ആണ്. അതെന്തിലായിരിക്കും? അത് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു 4-5 ഐറ്റം ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഏറ്റവും ഫ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണോ അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ പറയുന്നില്ല, നോക്കട്ടെ. ഈ 2 റെക്കോർഡ്സ് എന്തിലായിരുന്നു? 2 റെക്കോർഡ്സ് കിട്ടിയത്, ഒന്ന് കാലിങ്ങനെ മടക്കി വെച്ചിട്ട് കയ്യിൽ നടക്കുമല്ലോ, 30 സെക്കൻഡിൽ ഇത്ര മീറ്റർ ഏറ്റവും ഫാസ്റ്റസ്റ്റ് നടന്നു എന്നുള്ളതാണ് ഒന്ന്. പിന്നെ തല താഴോട്ട് കുത്തി വെക്കൂലെ, ശീർഷാസനം, അതില് ഫാസ്റ്റ് ക്ലാപ്പ്, ഇങ്ങനെ കൈവിട്ടിട്ട് ക്ലാപ്പ് അടിക്കൂലോ, അത് 2 കിട്ടിയത്. അതുപോലെ കരാട്ടയുടെ തന്നെ ഡെൻ അല്ലേ, ഫോർത്ത് ഡാൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി എന്നാണ്. ഡാൻ ഈസ് ജാപ്പനീസ് വേർഡ്. ഡാൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി. ഇപ്പോ ഫോർത്ത് ഡാൻ ആണ് കറന്റ്ലി. നമ്മുടെ കേരളത്തിൽ അതിനുള്ള സ്കോപ്പ് ഉണ്ടോ? ലൈക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ടോ കുട്ടികൾക്ക് ആ ഒരു ലെവലിലേക്ക്? ഉറപ്പായിട്ടും. ഈ ഡാൻ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ആണെന്ന്. ആക്ച്വലി അല്ല. എക്സ്പേർട്സ് പറയുന്നത് ബ്ലാക്ക് ബെൽറ്റ് ഈസ് എ ബിഗിനിങ്. ഒരു 4 വർഷം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് 10 ബെൽറ്റിന് ശേഷമാണ് നമുക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ ഡിഗ്രി തുടങ്ങും. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ്, ഓരോ ഡിഗ്രിക്കും 2 തൊട്ട് 4 വർഷമാണ് നമുക്ക് ഗ്യാപ്പ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ വെറുതെ ഡിഗ്രി എടുത്തിട്ട് കാര്യമില്ല, പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ എക്സ്പീരിയൻസ് ആണ് എന്നുള്ള ആ ഒരു ഇതിനാണ് നമുക്കത് ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ 4 ഡിഗ്രി എടുക്കാൻ ഞാൻ ഏകദേശം ഇപ്പോൾ ഈ കരാട്ടെ ക്ലാസ് തുടങ്ങിയത് മുതൽ ഇപ്പോൾ ഒരു 25 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർത്ത് ഡാനേ ആയിട്ടുള്ളൂ ഇതുവരെയായിട്ട്. അപ്പോൾ അത് കേരളത്തിൽ പോസിബിൾ ആണ്. 8 ഡിഗ്രിയും 9 ഡിഗ്രിയും ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോസിബിൾ ആണ്. 25 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വലിയ സമയമല്ലേ? അത്യാവശ്യം നല്ല സമയമായി. ഇത്രയും നാള് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കരാട്ടെ പഠിക്കാനൊക്കെ ഒരാള് പുറകെ നിക്കണമല്ലോ. പിന്നെ എന്നെ ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തത് ഉമ്മയായിരുന്നു. ഉമ്മ ഫസ്റ്റ് നമുക്ക് അറിയില്ലല്ലോ കരാട്ടെ അത്ര 10ാമത്തെ വയസ്സിലൊന്നും കരാട്ടെ അത്ര വലിയ പോപ്പുലർ അല്ല. ഇപ്പൊ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ബോക്സിങ്, തൈക്വോണ്ടോ, മോയത്തെ കുറെ മാർഷൽ ആർട്സിന്റെ പേര് കേൾക്കും. ആ സമയത്ത് അങ്ങനെയല്ല, വെറുതെ ഒരു ക്ലാസ് അടുത്തുണ്ടായിരുന്നു, അങ്ങനെ ജോയിൻ ചെയ്തതാണ്. പക്ഷെ ചെയ്തപ്പോൾ നമുക്ക് അതിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, അത് ഭയങ്കര പാഷനായിട്ട് മാറി. അങ്ങനെ അത് ഇതുവരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചെറുപ്പം തൊട്ട് ഇതായിരിക്കും എന്റെ പ്രൊഫഷൻ അങ്ങനെ വിചാരിച്ചിട്ടാണോ? പ്രൊഫഷൻ ഇതായിരിക്കുമോ അറിയില്ലായിരുന്നു. കാരണം അത്യാവശ്യം സ്ട്രഗിൾ ചെയ്ത ഒരു ലൈഫ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് ഞാൻ. ഓട്ടോറിക്ഷ ഓടിച്ചായിരുന്നു, കൂലിപ്പണി, അതേപോലെ ഡ്രൈവിംഗ് സ്കൂളിൽ അധ്യാപകനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കത് ഇത് പ്രൊഫഷണൽ കീപ്പ് ചെയ്യാന്ന് പറയും. പക്ഷെ ഇതൊരു പാഷനായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇത് പ്രൊഫഷൻ ആക്കൂന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഉറപ്പല്ലായിരുന്നു. അങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടല്ലേ, ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് നിരാശ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ ഭയങ്കര ഹാപ്പി. ഇതാണ് നമ്മുടെ മെയിൻ. അതെ, ഞാനൊരു വീഡിയോ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇത്രയൊക്കെ അച്ചീവ്മെന്റ്സ് കിട്ടിയ ഒരാളെന്ന നിലയ്ക്കും ഇത് ഇപ്പോഴും ഞാൻ സാമ്പത്തികമായി സ്ട്രഗിൾ ചെയ്യുവാണെന്ന് പറഞ്ഞിരുന്ന ലെവലിൽ നിന്ന് ഇപ്പം ഇത്ര വലിയൊരു എല്ലാം സെറ്റായി വരുന്നുണ്ട്. വലിയൊരു എമൗണ്ട് കടമുണ്ടായിരുന്നു. എന്റെ സിസ്റ്റേഴ്സിന്റെ കല്യാണം കഴിപ്പിച്ചതിന്റെ, ഉമ്മാന്റെ കുറച്ച് ട്രീറ്റ്മെന്റ്, ഉപ്പാന്റെ കുറച്ച് കടങ്ങൾ, അതൊക്കെ തീർക്കാൻ പറ്റി. ഇപ്പൊ ഒരു വീട് വെച്ചു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോ ഒന്നൊന്ന് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഓക്കെയാണ്. ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് ഇതിൽ നിന്ന് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു. നിർത്തിയിട്ടില്ല വീഡിയോ ഇടുന്നത്. അയ്യോ, നിർത്തു. അത് ഈ ഒരു തോട്ട് വെച്ച് മുന്നോട്ട് ഇങ്ങനെ ഉറപ്പായിട്ടും. ഇനിയും ഇപ്പൊ നമ്മള് 7 വർഷമായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ കറന്റ്ലി റീച്ചും ഉണ്ട്. ഇനി സോഷ്യൽ മീഡിയയിൽ പുതിയ പ്ലാറ്റ്ഫോം എന്തെങ്കിലും, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇപ്പൊ അല്ലേ ഭയങ്കരമായിട്ട് ഇതായത്, പുതിയ എന്തെങ്കിലും വരും. അപ്പൊ അതിന് വീഡിയോ ഇടാന്നുള്ളൂ, മതിയാക്കി പോകത്തില്ല. ഉറപ്പാണ്. അത് തന്നെ കൊള്ളാം. പിന്നെ അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സ്റ്റുഡന്റിനെ തന്നെയാണ് കല്യാണം കഴിച്ചത്. ആ സ്റ്റോറി ഒന്ന് പറയാമോ? അത് വലിയ സ്റ്റോറി അല്ല, ജസ്റ്റ് സ്റ്റുഡന്റ് ആയി ഞാൻ അങ്ങോട്ടാണ് പ്രപ്പോസ് ചെയ്തത്. അവള് ഓറഞ്ച് ബെൽറ്റ് ആയിരുന്നു. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോ ഒരു കുഞ്ഞുണ്ട്, അപ്പൊ അതുകൊണ്ട് ചെറിയ ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ പ്രാക്ടീസ് ഇല്ല, ഇനി ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും ഇവിടെ തന്നെ ട്രെയിനറായിട്ട്? ട്രെയിനറല്ല, അവർക്ക് വേറെ നല്ല പാഷനും കാര്യങ്ങളെല്ലാം വേറെ തന്നെ ഉണ്ട്. ബയോകെമിസ്ട്രി സ്റ്റുഡന്റ് ആണ്. അപ്പോൾ PhD എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെ സെറ്റ് പ്രോഗ്രാം ആയിട്ട് പോകുന്നുണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ മാർഷൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ ഇനി ഫ്യൂച്ചർ പ്ലാൻസ് ഡെഫിനറ്റ്ലി നമ്മുടെ റെക്കോർഡ് അത് വിട്ടുകളയാൻ പറ്റില്ല. അതൊക്കെ പിന്നെ സിനിമയുടെ കാര്യം പറഞ്ഞു ഓൾറെഡി. അതല്ലാതെ എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? ഇപ്പോൾ ഈ എറണാകുളത്ത് വന്നതിന് ശേഷം നമുക്ക് സിനിമയിൽ നിന്ന് കുറേ ആൾക്കാർ
ഇങ്ങോട്ട് പ്രാക്ടീസ് വെയിറ്റ് കുറക്കാനാണെങ്കിലും മാർഷൽ ആർട്സ് ചെയ്യണം. ഇപ്പോൾ ഈവൻ കാട്ടാളൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പെപ്പ വരുന്നുണ്ട്. പെപ്പയൊക്കെ ഭയങ്കര ഹാർഡ് വർക്കാണ്, നന്നായി ചെയ്യുന്നുണ്ട്, ഭയങ്കര എഫോർട്ട് ഇടുന്നുണ്ട്. അതേപോലെ സണ്ണിച്ചൻ കുറേ സമയമായിട്ട് ഇവിടെ വരുന്നുണ്ട്, ആൻസം ബോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സിനിമയിൽ ഒരു ത്രൂ ഔട്ട് ആയിട്ട് ഇതിൻ്റെ പാർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന ഫസ്റ്റ് സിനിമ കാട്ടാളൻ തന്നെയാണ്. അപ്പോൾ ആൻസം ബോളിനെ ഞാൻ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത്. ആൻസം ബോൾ നമ്മുടെ നാട്ടിൽ കാസർഗോഡ് വന്നിട്ടും പ്രാക്ടീസ് ചെയ്ത ആളാണ്. അപ്പോൾ ആൻസൺ പോളും ഇതിൻ്റെ പ്രൊഡ്യൂസർ ഷെരീഫ് ഖാൻ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ആൻസൺ പോളാണ് ആക്ച്വലി ഈ സിനിമയിൽ നമുക്ക് ഒരു അവസരം തരുന്നത്. അപ്പോൾ ഷെരീഫ് ഖാക്ക് അറിയാം, നമ്മുടെ വീഡിയോസ് കണ്ട ആളാണ്. ഷെരീഫ് ഖാൻ ആയിട്ട് മീറ്റിംഗ് വെച്ചു. ആളോട് ഞാൻ പറഞ്ഞു കുറച്ച് ഇന്റർനാഷണൽ പരിപാടി ഉണ്ട്, കുറച്ച് കിക്സ് ഉണ്ട് ഇംഗ്ലീഷ് സിനിമകൾക്കുള്ള, അതൊക്കെ ഉൾപ്പെടുത്തിയോ, എല്ലാം ഉൾപ്പെടുത്തിക്കോ, എല്ലാ കാര്യങ്ങളും നന്നാവട്ടെ എല്ലാം പറഞ്ഞിട്ട് ഷെരീഫ് ഖാൻ ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സപ്പോർട്ട്, നല്ല മനുഷ്യൻ. അതേപോലെ ഈ സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് അവിടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ ഫ്ലെക്സിബിൾ ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊരു മൊമെന്റും കൂടി തന്ന് സിനിമന്റെ ഒരു സംഭവത്തിന് ഫസ്റ്റ് ടൈമാണ് ഒരു സാധനം കിട്ടുന്നത്. നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഇക്കയുടെ സ്ട്രഗ്ലിംഗ് ജേർണി. അപ്പം ആ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പൊ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ്, ഇപ്പൊ കാക്കനാട് കരാട്ടെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലാത്ത ആരും കാണത്തില്ല. ആ ഒരു നിലയ്ക്ക് വളർന്ന് നോക്കുന്ന സമയത്ത് എന്ത് തോന്നുന്നു? പിന്നെ എൻ്റെ അമ്മോ, എനിക്ക് ചിന്തിക്കാൻ പറ്റൂല. ചില സമയത്ത് ഇങ്ങനെ വിചാരിക്കും, ഒരു സമയത്ത് കുറേ ആൾ നമ്മൾ ആവശ്യത്തിനായിട്ട് കടം വാങ്ങിക്കുമല്ലോ, അത് കൊടുക്കാൻ പറ്റാണ്ട് ആൾക്കാർ വിളിക്കും, ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റാത്ത അത്രയും സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മൊമെന്റിൽ നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു പോയിന്റിൽ ഭയങ്കര സന്തോഷം. അത് പറഞ്ഞിട്ടൊന്നും അറിയിക്കാനേ പറ്റൂല. എന്തൊക്കെയാ പഠിപ്പിക്കുന്നത് മെയിൻ കരാട്ടയാണ്. കരാട്ടയുടെ കൂടെ കുറച്ച് മിക്സഡ് മാർഷൽ ആർട്സും പഠിപ്പിക്കുന്നുണ്ട്. അതല്ലാണ്ട് ജിംനാസ്റ്റിക്സും പാർക്കറും ഫ്ലിപ്സും ഒക്കെ ഇടുക, അത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫിറ്റ്നസ് ട്രെയിനിങ്, ജിമ്മല്ല, എക്യുപ്മെന്റ്സ് ഒന്നും അധികം യൂസ് ചെയ്യാണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ചുള്ള സ്ട്രെങ്ത് വർക്കൗട്ടും ഫാറ്റ് ലോസ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യിപ്പിക്കാനാണെങ്കിലും അതിനനുസരിച്ചുള്ള ഡയറ്റ് പോലുള്ള പരിപാടി. അങ്ങനെയാണ് നമ്മളിപ്പോൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ പ്രായക്കാർക്കും വരാം. ഇവിടെ തന്നെ അത്യാവശ്യം 50 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരുണ്ട്. അതെ, നമ്മുടെ കാസർഗോഡ് 65 വയസ്സുള്ള ആൾക്കാർ വരെയുണ്ട്. അപ്പൊ പ്രായമൊന്നും വിഷയമല്ല, നമ്മുടെ ആഗ്രഹങ്ങളാണ് മെയിൻ. ആഗ്രഹമുള്ള ആർക്കും വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഒരുപാട് ഇൻഫർമേഷൻ എനിക്ക് തന്നു. എനിക്ക് ഒത്തിരി ഡൗട്ട്സ് ഉള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തന്നു. ആൾക്കാർക്കും അത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു, കാണുന്നവർക്കും. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും സിനിമയൊക്കെ നല്ല രീതിയിൽ വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.